ഇന്ന് നമ്മുടെ കയ്യിൽ പോളിയുടെ V12 എന്ന് പറഞ്ഞ വീഡിയോ കോൺഫറൻസിങ് ക്യാമറ ഉണ്ട്. ഈ ക്യാമറയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യാമറ, അതിനകത്ത് സ്പീക്കർ, മൈക്ക് ഇത്രയും ഇൻബിൽട്ട് ആയിട്ട് ഒരു സിംഗിൾ യൂണിറ്റിലായിട്ടാണ് വരുന്നത്. ഒരു ചെറിയ കോൺഫറൻസ് റൂമുകൾക്കാണ് അത് പറ്റിയതായിട്ടുള്ളത്. ഒരു 8 പേരൊക്കെ ഇരിക്കുന്ന കോൺഫറൻസ് റൂം, 8 പേര് 9 പേരൊക്കെ ഇരിക്കുന്ന കോൺഫറൻസ് റൂം, അതിന്റെ പൊടിക്ക് മുകളിൽ വരെ എന്നുള്ള രീതിയിലേക്കൊക്കെ ഇത് കുഴപ്പമില്ലാത്തൊരു എക്യുപ്മെന്റ് ആണ്. ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് മേജർ ആയിട്ടുള്ള ഒരെണ്ണം ഗ്രൂപ്പ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റിയാണ്. ഗ്രൂപ്പ് ഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്നെ ഫ്രെയിം ചെയ്തിട്ടാണ് ഇവിടെ കാണുന്നത്. അതേസമയം ഞാനിപ്പോ എവിടെയാണ് ആളുള്ള ആ ഭാഗത്തേക്ക് ഇത് മാറണം. ഞാനിപ്പോ എന്റെ ലൊക്കേഷൻ മാറ്റുകയാണ്, ലൊക്കേഷൻ മാറി ഞാൻ ഒരാൾ വന്നു, എന്നെ കിട്ടി. ഇനി അഡീഷണൽ ആളുകൾ വരുമ്പോ അത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പൊ അഡീഷണൽ ആള് മൂവ് ചെയ്തപ്പോ തന്നെ അയാളെ ക്യാപ്ചർ ചെയ്ത് തൊട്ടടുത്തുള്ള ആള് വന്നപ്പോ അയാളെ ക്യാപ്ചർ ചെയ്യാണ് ചെയ്തത്. ഇനി ഇരുന്ന് കഴിയുമ്പോഴേക്ക് എന്താണ് ഇപ്പൊ ഈ രണ്ടുപേരെയും കിട്ടാവുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ഗ്രൂപ്പ് ഫ്രെയിമിംഗ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരാളും കൂടി വരുമ്പോ ഇപ്പൊ ഈ 3 പേരെയും കിട്ടാവുന്ന രീതിയിലാണ് കാണുന്നത്. ഇനി പൊസിഷൻ അപ്പുറത്തേക്ക് വേറൊരു പൊസിഷനിലേക്കും കൂടി ആൾക്കാർ വരുമ്പോൾ ഇത് മാക്സിമം ഉള്ള ആളുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ഏറ്റവും സൂം ചെയ്തിട്ട് എന്ത് ലെവലിലേക്കാണ് കിട്ടാവുന്ന ഏറ്റവും ക്ലാരിറ്റി കിട്ടാവുന്ന ലൈനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരെയും കിട്ടുന്ന രീതിയിലേക്ക് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ എന്റെ പൊസിഷൻ ഇവിടെ ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ് എങ്കിൽ ഇപ്പോ ഈ സൈഡിലേക്ക് 3 പേര് വന്നിരുന്നു. ഇപ്പൊ ഈ 3 പേർക്ക് ഫോക്കസ് വരുന്ന രീതിയിലേക്കാണ് ഇപ്പൊ അഡ്ജസ്റ്റ് ആയി നിൽക്കുന്നത്. ഇതാണ് ഗ്രൂപ്പ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഗ്രൂപ്പിന്റെ സൈസ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക, അവരുടെ പൊസിഷനും കാര്യങ്ങളും അനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും.